Welcome to Matrix Academy for Civil Engineering. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോക്കാഡിൽ രണ്ട് കമന്റ്സ്, ഒന്ന് പി ലൈൻ വിഡ്ത്ത്, ഒന്ന് എൽ ടി സ്കെയിൽ. അതിൽ പി ലൈൻ വിഡ്ത്ത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ പോളി ലൈൻ വരയുന്ന സമയത്ത് PLD പോളി ലൈൻ എടുത്ത് വരയുന്ന സമയത്ത് അതിന്റെ ലൈൻ വിഡ്ത്ത് 0 ഉണ്ടാവുക. ഇതുപോലെ ഈ ലൈൻ വിഡ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ, പോളി ലൈനിന്റെ ലൈൻ വിഡ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ കമന്റ് അടിക്കുക പി ലൈൻ വിഡ്ത്ത്. പി ലൈൻ വിഡ്ത്ത് അടിക്കുക. എത്രയാണോ നിങ്ങൾക്ക് അതിന്റെ വിഡ്ത്ത് വേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ 5 കൊടുക്കുന്നു, എൻ്റർ. അതിനുശേഷം വീണ്ടും പോളി ലൈൻ എടുക്കുന്നു, വരയുന്നു. അപ്പോൾ അതിന്റെ വിഡ്ത്ത് കൂടിയിട്ടുണ്ടാവും. ഇനി വീണ്ടും പഴയ പോലെ തന്നെ ആകണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടിക്കുക പി ലൈൻ വിഡ്ത്ത് 0, എൻ്റർ. ഇനി വീണ്ടും പോളി ലൈൻ അടിക്കുന്ന സമയത്ത് അതിന്റെ ലൈൻ വിഡ്ത്ത് മാറുന്നതാണ്. രണ്ടാമത്തെ കമന്റ് എന്തിനാണെന്ന് വെച്ചാൽ എൽ ടി സ്കെയിൽ. എൽ ടി സ്കെയിൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ലൈൻ വരച്ച് ആ ലൈനിന്റെ സ്റ്റൈൽ മാറ്റുന്നു ഹിഡനിലേക്ക്. ഇവിടെ ഹിഡൻ ലൈൻ കൊടുക്കുന്നു. ഈ ഹിഡന്റെ ഇടയിലുള്ള ഓരോ ലൈനിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ്, ഹിഡൻ ലൈൻസിന്റെ ഈ ലൈനിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽ ടി സ്കെയിൽ അടിക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ട വാല്യൂ ആ വാല്യൂ അവിടെ കൊടുക്കും. അപ്പോൾ ആ വാല്യൂവിനനുസരിച്ച് അതിന്റെ ഗ്യാപ്പ് അതുപോലെ തന്നെ ലൈനിന്റെ സ്റ്റൈല് മാറുന്നതായിട്ട്, ലൈൻ സ്കെയിൽ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ എൽ ടി സ്കെയില് പഴയ പോലെ തന്നെ, മനസ്സിലായല്ലോ? രണ്ട് കമന്റ്സ്, പി ലൈൻ വിഡ്ത്ത്, എൽ ടി സ്കെയിൽ. ഇതുപോലുള്ള കൂടുതൽ അറിവ്, ഓട്ടോക്കാഡിനെ സംബന്ധിച്ചുള്ള അറിവിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.